ശിവയുടെ കണ്ണുകൾ ഉറങ്ങിക്കിടക്കുന്ന ആ പെണ്ണിന്റെ മുഖത്ത് തന്നെയായിരുന്നു. അവളുടെ കണ്ണിൽ, മൂക്കിൽ, ഒടുവിൽ ആ കട്ടിയുള്ള ചുണ്ടുകളിൽ പോലും അവന്റെ നോട്ടം ചെന്നെത്തിയതും അവൻ അങ്ങോട്ട് തന്നെ നോക്കിയിരുന്നു പോയി. തലേന്ന് രാത്രിയിൽ അവളെ ചുംബിച്ചതോർക്കെ അവന്റെ ഉള്ളിൽ ഒരു വിസ്ഫോടനം തന്നെ നടന്നു. അവളുടെ ചുണ്ടുകളിൽ ചെറിയൊരു പൊട്ടൽ കാണുന്നുണ്ട്. അവൻ പതിയെ ആ ചുണ്ടിലൊന്ന് തൊട്ടുനോക്കി. അവൾ ഉറക്കത്തിൽ ഒന്ന് മൂളി. അവളുടെ ശബ്ദം കേട്ട് അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഇല്ല, അവൾ ഉറക്കം തന്നെയാണ്. അവൻ പതിയെ ആ ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ടുകളൊന്ന് ചേർത്തു. മിത്ര ഞെട്ടലോടെ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും കണ്ണുകൾ വലിച്ചു തുറന്നു. അവൾ ഉണർന്നെന്ന് മനസ്സിലായതും അവളെ നോക്കി വല്ലാത്തൊരു ഭാവത്തോടെ അവളുടെ കഴുത്തിലൂടെ വിരൽ ചലിപ്പിച്ചവൻ. മിത്ര ശ്വാസം അടക്കിപ്പിടിച്ചു കിടന്നു. പെട്ടെന്ന് അവൻ്റെ കൈകൾ വിറയലോടെ അവളുടെ മാറിൽ അമർന്നതും മിത്ര ഞെട്ടിപ്പോയി. അവനും ഒന്ന് വിറച്ചതുപോലെ. ആ കൈകൾ ധൃതിയോടെ, ആദ്യമായി അറിയുന്ന ഫീലോടെ അവിടെ കൂടുതൽ മുറുകി. അവളിൽ നിന്നൊരു ഏങ്ങൽ. അവൻ്റെ കൈകൾ അവിടെ അപ്പോഴേക്കും കൂടുതൽ മുറുകിപ്പോയിരുന്നു. അവൾക്ക് നല്ല വേദന തോന്നി. ശരീരത്തിൽ തോന്നിയ വികാരത്തിൽ നിന്നും അതൊരു വേദനയായി മാറിയ നിമിഷം അവൾ പെട്ടെന്ന് അവൻ്റെ കൈകൾ തട്ടിമാറ്റി ചാടി എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. തൻ്റെ പ്രവൃത്തിയിൽ ശിവയും ഒന്ന് ഞെട്ടിയത് മിത്ര അറിഞ്ഞു. അവൻ്റെ മുഖത്ത് എന്തോ ഒരു വെപ്രാളം നിറഞ്ഞതുപോലെ അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. പക്ഷേ അവൻ്റെ മുഖത്തെ ഭാവം ഞൊടിയിടയിൽ മാറുന്നു. മുന്നിൽ അവളെ ദേഷ്യത്തോടെ നോക്കുന്നവൻ. അത് കണ്ട് മിത്ര വേദനയോടെ അവനെ നോക്കിപ്പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ പെട്ടെന്ന് അവൾക്കടുത്തേക്ക് വന്ന് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. മിത്ര അവനെ നോക്കി. ആരെ കാണിക്കാനടി പുല്ലേ നീ? കണ്ണീർ പരമ്പരയിലെ നായികയെപ്പോലെ എപ്പോഴും ഇങ്ങനെ മൂങ്ങിക്കൊണ്ടിരിക്കുന്നത്? അവൻ ദേഷ്യത്തോടെ എഴുന്നേറ്റുകൊണ്ട് ടേബിളിൽ ആഞ്ഞടിച്ചു. മിത്ര ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. കണ്ണു തുടക്കടി, അവൻ അവളോട് ഗൗരവത്തോടെ പറഞ്ഞു. മിത്ര സംശയത്തോടെ നെറ്റി വിളിച്ചു. കണ്ണു തുടക്കടി പുല്ലേ, അവൻ ദേഷ്യത്തോടെ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ പേടിയോടെ വേഗം കണ്ണുകൾ തുടച്ചു. അവനൊന്ന് മൂളി. നിന്നോട് ഇനി ഞാൻ ഒരു തവണ കൂടി ഇത് പറയില്ല, അവൻ അവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ എന്താണെന്ന പോലെ അവനെ നോക്കി. മേലാൽ നീ എൻ്റെ മുന്നിൽ വെറുതെ ഇങ്ങനെ കരയരുത്, അവൻ ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് തലകുലുക്കി. അവൻ അവളെ തന്നെ ഉറ്റുനോക്കി. പിന്നെ വേറൊരു കാര്യം കൂടി, അവൻ അവളുടെ മുന്നിലേക്ക് വീണ് കിടക്കുന്ന മുടി പുറകിലേക്ക് ആക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. അവൾ കാര്യമറിയാനായി അവനെ തന്നെ നോക്കി നിന്നു. അതായത് ഞാൻ ഇന്നലെ രാത്രി ചെയ്തത് നീ മറന്നു കാണില്ലല്ലോ അല്ലേ? അവൻ ചോദിച്ചു. അവൾ അവനെ നോക്കി. ഇന്നലെ ചെയ്തതുപോലെ എനിക്ക് നിന്നെ വീണ്ടും ചെയ്യാൻ തോന്നിയെന്നിരിക്കും. നിന്നെ ചുംബിക്കാൻ, കടിക്കാൻ, ചിലപ്പോൾ പിന്നെയും വേറെ എന്തെങ്കിലും. അവൻ്റെ ശബ്ദം ഒന്ന് ആർദ്രമായതുപോലെ. അതുപോലെയൊക്കെ ചെയ്യാൻ എനിക്ക് ഇനിയും തോന്നിയെന്നിരിക്കും, അവൻ കനത്ത മുഖത്തോടെ പറഞ്ഞപ്പോൾ അവൾ അവനെ മിഴിച്ചു നോക്കി. അങ്ങനെ എനിക്ക് നിന്നോട് എന്ത് ഫീലിങ്സ് തോന്നിയാലും അതെല്ലാം ഞാൻ നിന്നോട് കാണിക്കും. എനിക്ക് നിന്നെ ചുംബിക്കാൻ തോന്നിയാൽ ചുംബിക്കും. അതല്ല, ഇനി വേറെ വല്ലതുമാണ് തോന്നുന്നതെങ്കിൽ അതും ചെയ്യും. അവളുടെ മാറിലേക്ക് നോക്കിക്കൊണ്ടാണ് അവസാനം അവനത് പറഞ്ഞു നിർത്തിയത്. എന്തോ അവിടെ തൊടുവാൻ അവന് വീണ്ടും തോന്നുന്നുണ്ട്. അവൻ്റെ നോട്ടം കണ്ട് അവൾ അവനെ മിഴിച്ചു നോക്കി. ഇനി ഇതിനേക്കാൾ അപ്പുറം വേറെ വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ അതും ഞാൻ ചെയ്യും, അവൻ പറഞ്ഞുകൊണ്ട് അവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കി. അവളുടെ കണ്ണിൽ നിന്നും 2 തുള്ളി അടർന്നു വീണു. അവൻ പതിയെ അവളുടെ ആ കണ്ണുകൾ തുടച്ചു കൊടുത്തു. എനിക്ക് എന്ത് തോന്നിയാലും നിന്നെ ഞാനത് ചെയ്തിരിക്കും, കാരണം ഞാൻ പണം കൊടുത്ത് വാങ്ങിയ മുതലാണ് നീ, അവൻ്റെ സ്വരത്തിൽ പുച്ഛം കലർന്നു. അവളിൽ നിന്നൊരു തേങ്ങൽ പുറത്തു വന്നു. കരയരുത്, ഞാൻ പറഞ്ഞത് നീ മറന്നോ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചപ്പോൾ അവൾ പേടിയോടെ കണ്ണുകൾ തുടച്ചു. അവനൊന്ന് അമർത്തി മൂളി. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? അവൻ ചോദിച്ചപ്പോൾ അവൾ ഇല്ല എന്ന പോലെ തല ചലിപ്പിച്ചു. അവൻ്റെ ചുണ്ടിൽ പുച്ഛം. ഞാൻ വില കൊടുത്ത് വാങ്ങിയ എൻ്റെ കളിപ്പാട്ടമാണ് നീ. അപ്പോൾ എനിക്ക് നിന്നെ എന്ത് ചെയ്യാൻ തോന്നുന്നോ അതെല്ലാം ഞാൻ ചെയ്തിരിക്കും. അപ്പോൾ കുറച്ചു മുന്നേ ചെയ്തതുപോലെ എന്നെ തള്ളി മാറ്റരുത്, മനസ്സിലായോ? അവൻ ദേഷ്യത്തോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ വേദനയോടെ മൂളി. അവനും ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അവളുടെ ഇടുപ്പിൽ നിന്നും കൈ അയച്ചു. അവൾ ആശ്വാസത്തോടെ ശ്വാസം വിട്ടു. അവൻ റൂമിലേക്ക് കയറി വാതിലടച്ചതും മിത്ര വേദനയോടെ ആ വാതിൽക്കലേക്കൊന്ന് നോക്കി നിന്നു. അവൾ പതിയെ ഹാളിൽ നിന്നും അടുക്കളയിലേക്ക് നടന്നു. അവൾക്ക് ശരീരം തളരുന്നുണ്ടായിരുന്നു. തലേന്ന് രാവിലെ കല്യാണപ്പന്തലിൽ നിന്നും ഒരു പിടി ആഹാരം മാത്രമാണ് അവൾ കഴിച്ചത്. അതും പേടികൊണ്ട് വളരെ കുറച്ചേ കഴിച്ചുള്ളൂ. അതിനുശേഷം ഈ നേരം വരെ അവൾ ഒന്നും കഴിച്ചിരുന്നില്ല. അടുക്കളയിൽ ഒരു ഗ്യാസ് അടുപ്പും ഒരു പാത്രവും തേയിലപ്പൊടിയും പഞ്ചസാരയും ഒരു ഗ്ലാസും അല്ലാതെ വേറെ ഒന്നുമില്ലായിരുന്നു. അവൾ തളർച്ചയോടെ അടുക്കളയിലുള്ള ബെഞ്ചിലിരുന്നു. അറിയാതെ അവളുടെ കണ്ണുകൾ ക്ഷീണത്തോടെ അടഞ്ഞുപോയി. അല്പനേരത്തിന് ശേഷം ശിവ റൂമിൻ്റെ വാതിൽ തുറന്നു. അവൻ കിടക്കുന്ന റൂമിൽ ബാത്റൂം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ കുളിയെല്ലാം കഴിഞ്ഞാണ് പുറത്തിറങ്ങിയത്. ഒരു ബ്ലാക്ക് കളർ ഷർട്ടും അതേ കരയുള്ള മുണ്ടുമാണ് അവൻ്റെ വേഷം. അവൻ്റെ കണ്ണുകൾ ചുറ്റും അവൾക്കായി അലഞ്ഞു. അവൻ പതിയെ അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിലെ ബെഞ്ചിൽ കണ്ണടച്ചിരിക്കുന്ന മിത്രയെ അവൻ ഒരു നിമിഷം നോക്കി നിന്നു. പതിയെ ടാപ്പ് തുറന്ന് ഒരു ഗ്ലാസ്സിൽ വെള്ളം പിടിച്ച് അതവളുടെ മുഖത്തേക്ക് അവൻ ശക്തിയിൽ ഒഴിച്ചു. മിത്ര ഞെട്ടലോടെ കണ്ണു തുറന്നു. മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന അവനെ കാണെ അവളുടെ ശരീരം പേടികൊണ്ട് വിറച്ചു. അവൻ്റെ ദേഷ്യം നിറഞ്ഞു നിൽക്കുന്ന മുഖം അവൾക്ക് എന്നും പേടിയാണ്. അവൾ പതിയെ എഴുന്നേറ്റ് നിന്ന് അവനെ നോക്കി. അവളുടെ വസ്ത്രമാകെ നനഞ്ഞിരുന്നു. അവൻ കൈകെട്ടി അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. സമയം എന്തായെന്നറിയോ നിനക്ക്?
അവൻ ഗൗരവത്തോടെ ചോദിച്ചപ്പോൾ അവൾ പെട്ടെന്ന് ഹാളിലെ ക്ലോക്കിലേക്ക് നോക്കി. 8 മണി, അവൾ പതിയെ പറഞ്ഞു. ആണല്ലോ, നേരം ഇത്രയുമായിട്ടും നീ പിന്നെ ഉറങ്ങുവാണോ? പോയി ചായയിടറി, അവൻ ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ അവൾ പേടിയോടെ തലകുലുക്കി. അത് കണ്ട് ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അവൻ ഹാളിലേക്ക് തിരിഞ്ഞു നടന്നു. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവൻ തിരിഞ്ഞു നിന്ന് അവളെ നോക്കി. അവളും എന്താണെന്ന പോലെ അവനെ നോക്കുന്നുണ്ട്. നീ കുളിച്ചില്ലേ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. ഇല്ല. അവൻ്റെ ദേഷ്യം കാണെ അവൾ ഉമിനീർ ഇറക്കിക്കൊണ്ട് പറഞ്ഞു. കുളിച്ചു വാ, എന്നിട്ട് ചായയിട്ടാൽ മതി, അവൻ പറഞ്ഞപ്പോൾ അവൾ തലകുലുക്കി. ശിവ ഹാളിലേക്ക് പോയിരുന്ന് TV ഓൺ ചെയ്തു. മിത്ര പതിയെ അടുക്കളവാതിൽ തുറന്നു. മുറ്റത്തെ അയയിൽ കിടക്കുന്ന ടവലെടുത്ത് അവൾ തളർച്ചയോടെ ബാത്റൂമിലേക്ക് കയറി അത് കുറ്റിയിട്ടു. അവൾ കണ്ണുകൾ അടച്ച് ചുമരിലേക്ക് ചാരി നിന്നു. പതിയെ അവൾ കണ്ണു തുറന്നുകൊണ്ട് ബാത്റൂം സൈഡിൽ വൃത്തിയിൽ വെച്ചിരിക്കുന്ന അവൾക്കായുള്ള ബ്രഷ് എടുത്ത് പല്ല് വൃത്തിയാക്കി. അവളുടെ ശരീരത്തിൽ നിന്നും ഉടുത്ത സെറ്റ് സാരി അഴിച്ചുമാറ്റി ശരീരത്തിലെ ഓരോ വസ്ത്രങ്ങളും അഴിച്ചുമാറ്റി അവൾ പതിയെ കുളിച്ചിറങ്ങി. കുളി കഴിഞ്ഞിട്ടും അവൾ അതേ വസ്ത്രം തന്നെയാണ് വീണ്ടും ധരിച്ചത്. അവൾക്കിടാൻ വേറെ വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല. അതോർക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞെങ്കിലും അവൾ പുഞ്ചിരിയോടെ അവളുടെ കണ്ണുകൾ തുടച്ച് അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിൽ ഗ്യാസ് ഓൺ ചെയ്യുന്നതിൻ്റെ ശബ്ദം അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ പതിയെ എഴുന്നേറ്റ് TV ഓഫ് ചെയ്ത് മുറ്റത്തേക്കിറങ്ങി. അപ്പോഴേക്കും അവൻ്റെ കയ്യിലുള്ള ഫോൺ റിങ് ചെയ്തു. അവനത് എടുത്തു നോക്കി. അവൻ്റെ ഗ്യാങ്ങിലെ അർജുൻ എന്ന അജു ആയിരുന്നു അത്. ഇന്നലത്തെ സംഭവം അറിഞ്ഞുകൊണ്ടുള്ള വിളിയാണ്. അവൻ ഇന്നലെ നാട്ടിലില്ലായിരുന്നു. ശിവ ഒന്ന് ശ്വാസം വിട്ട് പതിയെ അവൻ്റെ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ച് മുറ്റത്തേക്കിറങ്ങി. അവനോട് സംസാരിച്ചു കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞപ്പോഴാണ് അവൻ്റെ കണ്ണുകൾ നിർത്തിയിട്ട ബുള്ളറ്റിലേക്ക് പോയത്. ഞെട്ടലോടെ അവൻ അതിനടുത്തേക്ക് നടന്നു. നിലത്ത് ചിതറിക്കിടക്കുന്ന ഭക്ഷണവും എല്ലിൻ കഷ്ണവും കണ്ട് ശിവ ഞെട്ടലോടെ അകത്തേക്ക് നോക്കി. അവൻ പെട്ടെന്ന് അടുക്കളയിലേക്ക് ഓടി. അവൻ ചെല്ലുമ്പോൾ മിത്ര അവിടെ ബെഞ്ചിലിരുന്ന് ക്ഷീണത്തോടെ തല ചുമരിലേക്ക് ചാരി വെച്ചിരിക്കുകയായിരുന്നു. ശിവയുടെ കണ്ണ് നിറഞ്ഞുപോയി. അവൻ വേദനയോടെ അവളെ നോക്കി. ശ്രീ, അവൻ വേദനയോടെ അവളെ വിളിച്ചു. മിത്ര ഞെട്ടലോടെ കണ്ണു തുറന്നു. മുന്നിൽ നിൽക്കുന്ന ശിവയെ കാണെ അവൾക്ക് ഭയം തോന്നി. നേരത്തെ ഇവിടെ ഇങ്ങനെ ഇരുന്നതിന് ദേഷ്യപ്പെട്ട ആളാണ്. അവൾ പെട്ടെന്ന് ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. ദത്തേട്ടാ, ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കൊണ്ടുവരാൻ തുടങ്ങുമായിരുന്നു, അവൾ പേടിയോടെ അവനെ നോക്കി പറഞ്ഞു. ശിവ പെട്ടെന്ന് വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. മിത്രയുടെ ശരീരം വിറച്ചു. അവൾ തളർച്ചയോടെ അവൻ്റെ തോളിൽ കിടന്നുപോയി. ശിവയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതൊഴുകി അവളുടെ ശരീരത്തെ സ്പർശിക്കുന്നതിന് മുന്നേ അവൻ അവൻ്റെ ഷോൾഡറിൽ തന്നെ മുഖം തുടച്ചു. അവളെ പതിയെ അകത്തി അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുടെ മുഖം അവന് നേരെ ഉയർത്തി. അവൾ തളർന്ന കണ്ണുകളോടെ അവനെ ഒന്ന് നോക്കി. ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ലായിരുന്നോ മോളെ? അവൻ വേദനയോടെ ചോദിച്ചു. അവൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. അവൾ അവനെ ഒരു നിമിഷം നോക്കി നിന്നു. ഇവിടെ ഒന്നുമില്ലായിരുന്നു ദത്തേട്ട എനിക്ക് കഴിക്കാൻ, അവൾ ക്ഷീണത്തോടെ പറഞ്ഞു. അവൻ വേദനയോടെ അവളുടെ നെറുകിൽ ചുണ്ടമർത്തി. ദത്തേട്ടൻ ഇന്നലെ മോൾക്ക് ബിരിയാണി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ ശബ്ദം ഇടറി. ഞാൻ കണ്ടില്ല ദത്തേട്ടാ. അവളുടെ ശബ്ദം തളർച്ചയിലായിരുന്നു. ബേക്കിലുണ്ടായിരുന്നു ദത്തേട്ടൻ, പറയാം മറന്നതാ പൊന്ന, അവൻ കലങ്ങിയ കണ്ണോടെ പറഞ്ഞപ്പോൾ മിത്ര അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. സാരില്ല, അവൻ്റെ കാവലിൽ തലോടിക്കൊണ്ട് പറഞ്ഞവൾ. അവൻ്റെ ഉള്ളം കൂടുതൽ നൊന്തുപോയി. ബൈക്കിലും മുറ്റത്തുമായി ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് കണ്ടപ്പോഴാണ് അവൻ ഇന്നലെ അവൾക്ക് വേണ്ടി ഭക്ഷണം വാങ്ങിയത് ഓർമ്മിക്കുന്നത്. പൂച്ചയോ മറ്റോ കഴിച്ചു വെച്ചിരിക്കുകയാണ് അവയെന്ന് അവന് മനസ്സിലായി. അവൻ്റെ നെഞ്ചിൽ ഭാരം തോന്നി. മോൾക്ക് വിശക്കുന്നില്ലേ? അവൻ അവളുടെ കവിളിൽ തലോടി ചോദിച്ചു. നന്നായി വിശക്കുന്നുണ്ട്, ശരീരം തളർന്ന പോലെ തോന്നുക, അവൾ തളർച്ചയോടെ പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ പതിയെ അവളെ ബെഞ്ചിലേക്ക് ഇരുത്തി ചുമരിലേക്ക് അവളുടെ തല ചായച്ചു വെച്ചു. അവൾ ഉണ്ടാക്കിയ ചായയിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ എടുത്ത് അവൾക്കടുത്ത് വന്നിരുന്നു. അവൾ തളർച്ചയോടെ ഒന്ന് അവനെ നോക്കി. അവളുടെ ഷോൾഡറിൽ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് അവളെ ചായച്ചിരുത്തി. ആ ചായ അവളെ കൊണ്ട് അവൻ പതിയെ കുടിപ്പിച്ചു. മതി ദത്തേട്ടാ. കുറച്ച് കുടിച്ചപ്പോൾ അവൾ പതിയെ പറഞ്ഞു. കുറച്ചുകൂടി കുടിക്കടാ, അവൻ സ്നേഹത്തോടെ പറയുന്നുണ്ട്. വേണ്ട ദത്തേട്ടാ, മതി. ഇന്നലെ ഞാൻ വിശന്നപ്പോൾ ഒക്കെ ചായ ഉണ്ടാക്കി കുടിച്ചതാ, ഇനിയും വേണ്ട, അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചോട് ചാഞ്ഞു. ഇന്നലെ തൻ്റെ പെണ്ണിനെ പട്ടിണിക്കിട്ടതോർക്കെ അവൻ്റെ ഹൃദയത്തിൽ നോവ് അനുഭവപ്പെട്ടു. അവൻ പെട്ടെന്ന് ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. 15 മിനിറ്റിന് ശേഷം വിശ്വ ഒരു പൊതിയുമായി അകത്തേക്ക് കയറി വന്നു. വിശ്വ അവരുടെ 5 അംഗ സംഘത്തിലെ ഒരുവനാണ്. ശിവ, അകത്ത് കയറി അവൻ വിളിച്ചു. ശിവ അവളെ അവൻ്റെ ശരീരത്തിൽ നിന്നും മാറ്റി അവിടെ എത്തി വിശ്വയുടെ അടുത്തേക്ക് നടന്നു. ഇന്നാടാ ദോശയും സാമ്പാറുമേ കിട്ടിയുള്ളൂ, അവൻ അവൻ്റെ കയ്യിലെ പൊതി ശിവയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ശിവ അവനെ നോക്കി പതിയെ തലയാട്ടി. മിത്ര എവിടെ? വിശ്വ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ അടുക്കളയിലുണ്ട്, അവൻ പതുക്കെ പറഞ്ഞു. എടാ, എന്നാൽ ഞാൻ ഇറങ്ങുക, ഒരു ചെറിയ വർക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് നീ വിളിച്ചത്. അവളെ ഇനി വരുമ്പോൾ കാണാം, ഞാൻ ഇറങ്ങുക, അവൻ പറഞ്ഞപ്പോൾ ശിവ വെറുതെ ഒന്ന് തലകുലുക്കി. എടാ, അവൻ ബൈക്കിൽ കയറിയതും ശിവ അവനെ വിളിച്ചു. എന്താടാ? വിശ്വ സംശയത്തോടെ ചോദിച്ചു. എടാ, ഒരു വീട്ടിലേക്ക് വേണ്ട സാധനം എന്തൊക്കെയാന്ന് വെച്ചാൽ എല്ലാം ഭദ്രയും കൂട്ടിപ്പോയി വാങ്ങി വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ എത്തിക്കണം.
പലചരക്കടക്കം. ശിവ ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ വിശ്വ അവനൊന്ന് നോക്കി. പിന്നെ പതിയെ തലകുലുക്കി അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോയി. വിശ്വ പോയതും ശിവ വാതിലടച്ചു കുറ്റിയിട്ട് ടേബിളിന് മേൽ ഭക്ഷണം തുറന്നു വെച്ചു. അവൻ പതിയെ അടുക്കളയിലേക്ക് നടന്നു. അവിടെ ക്ഷീണത്തോടെ ഇരിക്കുന്ന മിത്രയെ കാണെ അവന് വേദന തോന്നി. താനൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. അവന്റെ മനസാക്ഷി അവനെ കുറ്റപ്പെടുത്തി. അവൻ അവളുടെ മുന്നിൽ വന്നു നിന്ന് പതിയെ അവളുടെ കവിളിലൊന്ന് കൊട്ടി. മിത്ര ക്ഷീണത്തോടെ കണ്ണു തുറന്ന് അവനെ നോക്കി. വാ, വിശക്കുന്നില്ലേ, ഭക്ഷണം കഴിക്കാം, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. എനിക്കിപ്പോൾ വേണ്ട ദത്തേട്ടാ, ഉറക്കം വരുന്നത് പോലെ തോന്നാ. വേണ്ട, അവൾ ക്ഷീണത്തോടെ പറഞ്ഞു. അവന് പാവം തോന്നി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, വാ ദത്തേട്ടൻ വാരിത്തരാം മോൾക്ക്, അവൻ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ അവൾ ക്ഷീണത്തോടെ എഴുന്നേറ്റ് നിന്നു. ശിവ അവളുടെ തോളിൽ താങ്ങി പിടിച്ച് അവളുമായി ഡൈനിങ് ഹാളിലേക്ക് നടന്നു. അവളെ ഒരു കസേരയിലിരുത്തി അവൻ തൊട്ടടുത്തുള്ള കസേരയിൽ ഇരുന്നു കൊണ്ട് ദോശ കീറി സാമ്പാറിൽ മുക്കി അവളുടെ വായ്ക്കടുത്തേക്ക് കാണിച്ചു. അവൾ അവനെ മുഖമുയർത്തി നോക്കി. വാ തുറക്ക്, അവൻ പറഞ്ഞപ്പോൾ അവൾ പതിയെ വാ തുറന്നു. അവൻ ദോശ ഓരോ പീസായി കീറി സാമ്പാറിൽ മുക്കി അവൾക്ക് കൊടുത്തുകൊണ്ടിരുന്നു. 2 ദോശ അവൻ അവളെ കൊണ്ട് കഴിപ്പിച്ചു. ശിവ പൊതിയിൽ നിന്നും 3-ാമത്തെ ദോശ എടുത്ത് മുറിച്ച് അവൾക്ക് നേരെ നീട്ടി. അവൾ ദയനീയമായി അവനെ ഒന്ന് നോക്കി. ഇന്നാ കഴിക്ക്, അവൻ പറഞ്ഞു. അവൾക്ക് വേണ്ടായിരുന്നിട്ട് പോലും അവൾ അതും വാങ്ങി കഴിച്ചു. അപ്പോഴേക്കും അവളുടെ ക്ഷീണമെല്ലാം മാറിയിരുന്നു. അവൻ അടുത്ത പീസ് എടുക്കുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ എന്താ എന്ന പോലെ അവളെ നോക്കി. എനിക്ക് മതി ദത്തേട്ടാ, ഇപ്പം എൻ്റെ ക്ഷീണമൊക്കെ പോയി, ഇനി ദത്തേട്ടൻ കഴിച്ചോ, അവൾ അവനോട് ചിരിയോടെ പറഞ്ഞു. ശിവ അവളെ ദേഷ്യത്തോടെ നോക്കി. അവൻ്റെ ദേഷ്യം കണ്ടതും അവൾ പേടിയോടെ അവൻ്റെ കയ്യിൽ നിന്നും കൈമാറ്റി തല താഴ്ത്തിയിരുന്നു. ഒരു ദോശ പീസ് അവളുടെ നേർക്ക് നീണ്ടുവരുന്നത് കണ്ട് അവൾ ദയനീയമായി അവനെ നോക്കി. എനിക്ക് മതിയായിട്ട് ദത്തേട്ടാ, പ്ലീസ്, അവൾ കെഞ്ചലോടെ പറഞ്ഞു. അവൻ അവളെ നോക്കി കണ്ണുരുട്ടി. ആ ദോശയും അവളെ കൊണ്ട് അവൻ കഴിപ്പിച്ചു. അവൾ പേടിയോടെ അവൻ കൊടുത്തത് മുഴുവനും കഴിച്ചു. അവൾക്ക് ശരിക്കും ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. അവൾ വിമ്മിഷ്ടത്തോടെ അവനു മുന്നിലിരുന്നു. ശിവ 4-ാമത്തെ ദോശ എടുത്ത് സാമ്പാറിൽ മുക്കുന്നത് കണ്ടതും അവളുടെ കണ്ണ് നിറഞ്ഞു. അവളിൽ നിന്നൊരു തേങ്ങൽ പുറത്തേക്ക് വന്നു. ശിവ ഞെട്ടലോടെ അവളെ നോക്കി. എന്താടി, അവൻ ആകുലതയോട് ചോദിച്ചു. എനിക്കിനി വേണ്ടഞ്ഞിട്ട് ദത്തേട്ടാ, ഞാൻ 2 എണ്ണമേ കഴിക്കാറുള്ളൂ. പക്ഷെ ഇപ്പോൾ 3 എണ്ണം കഴിച്ചില്ലേ, ഇനി എനിക്ക് തരില്ല ദത്തേട്ടാ, ഞാൻ ഛർദ്ദിക്കും, അവൾ കൊച്ചുകുട്ടികൾ പറയുന്നത് പോലെ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു. ശിവ അവളുടെ നിഷ്കളങ്കത നിറഞ്ഞ മുഖം കണ്ട് അവളെ ഒരു നിമിഷം നോക്കിയിരുന്നു പോയി. അവൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ ആ ദോശ അവൻ്റെ വായിലേക്ക് വെച്ചു. മിത്രയുടെ മുഖം വിടർന്നു. ഇതെനിക്ക് വേണ്ടി എടുത്തതാ, അല്ലാതെ നിനക്കല്ല, അവൻ അവളെ നോക്കി പുച്ഛിച്ചു. അത് കേട്ടതും മിത്ര ചമ്മലോടെ അവനെ നോക്കി ഇളിച്ചു കൊടുത്തു. അവൻ ഗൗരവത്തോടൊന്ന് മൂളി. ക്ഷീണം മാറിയെങ്കിൽ നേരത്തെ നീ ഉണ്ടാക്കി വെച്ച കട്ടൻ എടുത്തിട്ട് വാ, അവൻ അതേ ഗൗരവത്തോടെ തന്നെ പറഞ്ഞപ്പോൾ അവൾ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. വയർ നിറഞ്ഞിട്ട് അവൾക്ക് ആകെ അസ്വസ്ഥത തോന്നുന്നുണ്ടായിരുന്നെങ്കിലും അവൻ അവൾക്ക് വാരിക്കൊടുത്തതോർക്കെ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. അവൾ ചായ ഒന്നുകൂടി ചൂടാക്കി അത് ഗ്ലാസ്സിലേക്ക് പകർന്നു. അവൾക്ക് അവളുടെ ശരീരം വിയർത്തിട്ട് സ്മെല്ല് തോന്നുന്നുണ്ടായിരുന്നു. അവൾ അവളുടെ വസ്ത്രത്തിലേക്കൊന്ന് നോക്കി. അവൻ നേരത്തെ ഒഴിച്ച വെള്ളം ഉണങ്ങി വരുന്നതേ ഉള്ളൂ. വിയർപ്പ് നന്നായി സ്മെൽ വരുന്നുണ്ട്. അവൾക്ക് സങ്കടം തോന്നി. ആദ്യമായിട്ടാണ് ഇങ്ങനെ, വസ്ത്രം പോലും ആരെടുക്കാനില്ലാതെ. എന്തിനാ എന്നോടിങ്ങനെ പ്രതികാരം ചെയ്യാൻ? വേറെ എന്തൊക്കെ വഴിയുണ്ടായിരുന്നു? എന്നിട്ടും വസ്ത്രം തരാതെ എന്നോടത് വേണ്ടായിരുന്നു ദത്തേട്ടാ, അവൾ സങ്കടത്തോടെ മനസ്സിൽ പറഞ്ഞു. അവൾ അവനുള്ള ചായ ടേബിളിന് മുകളിൽ വെച്ച് കൊടുത്തു. ശിവ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ചായ കൂടി കഴിഞ്ഞിട്ടും അവൾ അവൻ്റെ മുന്നിൽ നിന്നും പോയില്ല. തനിക്ക് മുന്നിൽ നിന്നും പരിങ്ങി കളിക്കുന്ന അവളെ അവനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ എഴുന്നേറ്റ് പോയി കൈ കഴുകി മുണ്ടിൻ്റെ അറ്റമെടുത്ത് ചുണ്ട് തുടച്ചുകൊണ്ട് അവളെ നോക്കി. അവൾ സ്വയം കൈ കെട്ടുകയും അഴിക്കുകയും ചെയ്തുകൊണ്ട് എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ശിവയുടെ മുഖം ചുളിഞ്ഞു. അവൻ അവൾക്ക് മുന്നിൽ വന്ന് നിന്നതൊന്നും അറിയാതെ മിത്ര കാര്യമായ എന്തോ ചിന്തയിലാണ്. എന്താടി, കുറെ നേരം വല തുടങ്ങിയിട്ട്? പെട്ടെന്ന് ശിവയുടെ ശബ്ദം ഉയർന്നു. മിത്ര ഞെട്ടലോടെ ഒന്ന് പുറകോട്ടഞ്ഞുപോയി. അവൾ പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ കൈ കെട്ടി നിന്ന് അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. മിത്ര പരിങ്ങലോടെ ഒന്ന് നിന്നുപോയി. നിനക്ക് എന്താ എന്നോട് പറയാനുള്ളത്? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. മിത്രയ്ക്ക് പേടി തോന്നി. മാറി ഉടുക്കാൻ വസ്ത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരെണ്ണം വാങ്ങിത്തരുമോ എന്ന് അവനോട് ചോദിക്കാൻ നിന്നതായിരുന്നു അവൾ. പക്ഷേ അവൻ്റെ ദേഷ്യം അറിയാവുന്നത് കൊണ്ട് അവൾക്ക് പേടിയുണ്ട്. ദേ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ശ്രീമിത്ര, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു തുലക്കിടിപ്പില്ലേ, അവൻ കലിയോടെ ഉറക്കെ പറഞ്ഞു. മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ കണ്ണു നിറച്ചുകൊണ്ട് അവനെ നോക്കി. നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞു ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേക്കും മോങ്ങാൻ നിൽക്കരുതെന്ന്, അവൻ പല്ലിരുമ്മി. മിത്ര പെട്ടെന്ന് കണ്ണുകൾ തുടച്ചു. എന്നാൽ കരഞ്ഞതിൻ്റെ ബാക്കിയെന്നോണം അവളിൽ നിന്നും തേങ്ങലുകൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. എന്താടി, അവൻ ഗൗരവത്തോട് ചോദിച്ചു. അത് ദത്തേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടുവോ? അവൾ വിക്കി അവനോട് ചോദിച്ചു. അവൻ അവളെ ചുണ്ടു കൂർപ്പിച്ചു നോക്കി. മിത്രയ്ക്ക് പേടി തോന്നി. ദേഷ്യപ്പെടേണ്ട കാര്യമാണെങ്കിൽ ദേഷ്യപ്പെടും, നീ കാര്യം പറ, അവൻ അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. അത് ദത്തേട്ടാ, എനിക്ക് അവൾ ഉമിനീർ ഇറക്കി. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടാതെ കാര്യം പറയടി, അവൻ്റെ പല്ലുകൾ ദേഷ്യത്താൽ മുറുകി. അത് ദത്തേട്ടാ, എനിക്കൊരു ഡ്രസ്സ് വാങ്ങിത്തരാവോ?
അവൾ അവനോട് നിസ്സഹായതയോടെ ചോദിച്ചു. ശിവയുടെ നെറ്റി കുളിഞ്ഞു. ഡ്രസ്സോ? എന്തിന്? അവൻ സംശയത്തോടെ ചോദിച്ചു. അത് എനിക്ക് മാറിയിടാൻ ഡ്രസ്സൊന്നുമില്ല ദത്തേട്ടാ. ഈ സെറ്റ് സാരി വീട്ടിൽ നിന്ന് പോരുമ്പോൾ കൊണ്ടുവന്നതാ. ഇത് മാത്രമേ ഞാൻ കൊണ്ടുവന്നുള്ളൂ. ഇത് ഇന്നലെ ഇട്ടതല്ലേ, മുഷിഞ്ഞു. എനിക്ക് ഒരു ഡ്രസ്സ് വാങ്ങിത്തരാമോ? ഒരെണ്ണം മതി പ്ലീസ്, അവൾ ദയനീയമായി അവനോട് പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ശിവ ഞെട്ടലോടെ അവളെ നോക്കി. അവൻ അപ്പോഴാണ് അവൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ശ്രദ്ധിക്കുന്നത്. അതെ, ഇന്നലെ രാത്രിയിൽ അവൾ ഉടുത്ത അതേ സാരിയാണ് ഇപ്പോഴും അവൾ ഉടുത്തിരിക്കുന്നത്. സാരിയുടെ നെഞ്ചുഭാഗം നനഞ്ഞുകൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അത് താൻ നേരത്തെ അവളുടെ ദേഹത്തേക്ക് ഒഴിച്ച വെള്ളത്തിൻ്റെതാണെന്ന് അവന് മനസ്സിലായി. നീ രാവിലെ കുളിച്ചിട്ട് ഈ വസ്ത്രം തന്നെയാണോ ഇട്ടത്? അവൻ ഗൗരവത്തോടെയാണത് ചോദിച്ചതെങ്കിലും ആ ശബ്ദത്തിൽ വേദന കലർന്നിരുന്നു. വേറെ ഇല്ലായിരുന്നു. ദത്തേട്ടന് വാങ്ങിത്തരാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് എടുത്തോട്ടെ എൻ്റെ ഡ്രസ്സ്. എന്നെ അങ്ങോട്ടൊന്ന് വിടുവോ? അവൾ യാചന. അവൻ പെട്ടെന്ന് അവളെ ദേഷ്യത്തോടെ നോക്കി. അവൾ പതർച്ചയോടെ തല താഴ്ത്തി നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിന്നു. ശിവ പെട്ടെന്ന് അവൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് അവളെ അങ്ങനെ തന്നെ മുകളിലേക്ക് ഉയർത്തിയെടുത്തു. മിത്ര പേടിച്ചുപോയി. ദത്തേട്ട, എന്താ ഈ കാട്ടനെ? എന്നെ താഴെ ഇറക്ക്, അവൾ പേടിയോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ തോളിൽ പിടിച്ചു. അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. അവൻ്റെ കൈകൾ സാരിക്കിടയിലൂടെ അവളുടെ നഗ്നമായ ഇടുപ്പിൽ അമർന്നു. മിത്ര ഏങ്ങിപ്പോയി. ശിവ അങ്ങനെ തന്നെ അവളെ പൊക്കിക്കൊണ്ട് അവൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള അലമാരയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. താഴെ നിർത്തുന്നതിനു മുന്നേ അവളുടെ ഇടുപ്പിലൊന്ന് അമർത്തിപ്പിച്ചാനും അവൻ മറന്നില്ല. മിത്ര വേദനയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിൽ ഉഴിഞ്ഞു. ശിവ അലമാര തുറന്ന ശേഷം മിത്രയെ അതിനു മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അലമാരയുടെ അകത്തേക്ക് നോക്കിയ മിത്രയുടെ മുഖം വിടർന്നു. അതിനകത്ത് ഭംഗിയിൽ മടക്കി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളിലൂടെ അവൾ തലോടി. അവൾക്ക് വേണ്ടി സാരിയും മിഡിയും ടീഷർട്ടും ധാവണിയും എല്ലാം അതിനകത്തുണ്ടായിരുന്നു. അവൾ സന്തോഷത്തോടെ ശിവയെ തിരിഞ്ഞു നോക്കി. അത് കണ്ട് ശിവ അവളെ നോക്കി പുച്ഛിച്ചു. മിത്രയുടെ മുഖം അതുപോലെ തന്നെ മങ്ങിപ്പോയി.